അർജുനും ശ്രീതുവും തമ്മിൽ രാത്രി ഒരുപാട് നേരം ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കുമിടയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യായിരുന്നു രണ്ടുപേരും. പക്ഷേ അവിടെ അവർക്കിടയിലെ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടുപേരുടെ അടുത്തുമുള്ള മറ്റുള്ളവർ വന്ന് സംസാരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ. അതായത് അർജുൻ്റെ അടുത്ത് വന്ന് അപ്സര സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അർജുൻ പവർ റൂമിൽ കൂടുതൽ സമയം ചെലവിടുന്നത്, ഇവിടെ വന്ന് ശ്രീതുവിന്റെ അടുത്ത് അധിക നേരം സംസാരിക്കാത്തത്, ചെലവിടാത്തത് ഒക്കെയാണ് ശ്രീതുവിന്റെ വിഷമം. പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ എന്നെ വേണ്ട, പ്രത്യേകിച്ച് അപ്സരയുമായിട്ട് അടുക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രീതുവിനെ കുറ്റം പറഞ്ഞൊരു വ്യക്തിയാണ് അപ്സര. അപ്പൊ അപ്സരയുമായി ഒരു അകൽച്ച വന്നിട്ടുണ്ട് ശ്രീതുവിന്. അതുകൊണ്ട് തന്നെ അപ്സരയുമായി കൂടുതൽ അടുക്കുമ്പോൾ അർജുൻ വന്ന് കൂടുതൽ നേരം അപ്സരയുടെ അടുത്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ ശ്രീജുവിനെ കലിപ്പിളകാണ്. എന്തിനാണ് എന്നുള്ളൊരു തോന്നല്. പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയില്ല എങ്കിൽ പിന്നെ അതുകൊണ്ട് നടന്ന എൻ്റെ അടുത്തേക്ക് വരണ്ട, മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റീസൺസ് പറയുന്നുണ്ട് ശ്രീതു. എൻ്റെ അടുത്ത് ആ സമയത്ത് മിണ്ടിയില്ല, വോട്ടിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റീസൺസ് പറയുന്നുണ്ട് ശ്രീതു അവിടെ ഇരുന്നിട്ട് അർജുൻ്റെ അടുത്ത്. പക്ഷെ അർജുന്റെ വിഷമം എന്ന് പറയുന്നത് ശ്രീതു ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവർക്കിടയിൽ കയറി വന്ന ഒരു വ്യക്തിയാണ്, ഒരു ഓൾഡ് ഫ്രണ്ട്. അർജുൻ ഏത് സമയത്തും ഓരോ വാചകങ്ങൾ പറയുമ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുക. ഒരു ഓൾഡ് ഫ്രണ്ട് വന്നല്ലോ, അപ്പം പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുക. അപ്പം ശ്രീതു പറയുന്നുണ്ട്, ഓൾഡ് ഫ്രണ്ടൊന്നുമല്ല, ഒരു പരിചയം അത്രയേ ഉള്ളൂ. പക്ഷെ എന്നെ ഒരുപാട് കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുന്നു, അപ്പൊ പിന്നെ ഞാൻ ചിരിക്കില്ലേ, അവിടെ ഇരിക്കില്ലേ, സംസാരിക്കില്ലേ എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനാണെന്നുണ്ടെങ്കിൽ അത് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് സഹിക്കുന്നേ ഇല്ല, ഒട്ടും സഹിക്കുന്നില്ല. അർജുൻ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കൊത്താണ് ഇട്ടിട്ട്. ആ ഫ്രണ്ടിന്റെ ഒപ്പം ഇരിക്കാനല്ലേ ഇപ്പൊ ഇഷ്ടമുള്ളൂ, സംസാരിക്കാനല്ലേ ഇഷ്ടമുള്ളൂ. രണ്ടുപേരും സെയിം കളർ ഡ്രസ്സ്. അപ്പൊ സെയിം കളർ ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോ ശ്രീധുവിനാകെ ഡൗട്ടായി. സെയിം കളർ ഡ്രസ്സോ, അതെപ്പോ? കറുപ്പ് സാരി, കറുപ്പ് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രീധു അപ്പോഴാണ് ആലോചിച്ചപ്പോൾ ശ്രീധുവിന് ഓർമ്മ വന്നത്. പിന്നെ ശ്രീധുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരുമിച്ചിരിക്കുന്നു, സോഫയിലിരിക്കുന്ന സമയത്ത് ഏറ്ററ്റത്ത് പോയിട്ട് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു, ഓൾഡ് ഫ്രണ്ടിന്റെ ഒക്കെ എടുത്തിരുന്നാലല്ലേ ഇതുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ ശ്രീധു ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, അർജുനേ വേണ്ട വേണ്ട, ഇത് അർജുന് പോസസീവാണ് കേട്ടോ എന്ന് പറയുന്നുണ്ടിരുന്നിട്ട് ശ്രീധു. അർജുൻ ഇത്രയും പോസസീവാണോ, ഭയങ്കര പോസസീവ്നെസ് കാണിക്കുന്നുണ്ട് അർജുനേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീത് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. പക്ഷെ അർജുൻ അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. പോസസീവ്നെസ് അല്ല എന്നൊരു വാചകമേ അവിടെ അർജുൻ പറയുന്നില്ല. അർജുൻ അത് മിണ്ടാതിരുന്ന് ചിരിക്കുന്നേ ഉള്ളൂ അർജുൻ. എന്തായാലും ശ്രീധുവിന് മനസ്സിലായിട്ടുണ്ട് അർജുന് ഭയങ്കര പോസസീവാണ് തൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യം. ശ്രീധുവിന് നല്ല വ്യക്തമായിട്ട് ഇന്നലെ രാത്രി മനസ്സിലായിട്ടുണ്ട്. ശ്രീധു അത് അവിടെ ഇരുന്ന് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ശ്രീധു പറയുന്നുണ്ട്, ഇപ്പോഴല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് അർജുൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ചോദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും നല്ല ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു ഇന്നലെ നടന്നുകൊണ്ടിരുന്നത്. അവർ ഫുള്ള് കോമഡിയും കളിച്ചിരിയും അവരുടെ പിണക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറേ വിഷമങ്ങളും, ചോക്ലേറ്റ് തരാത്തതും, മിണ്ടാത്തത്, അടുത്ത് വന്നിരിക്കാത്തത്, കാണുമ്പോൾ മൈൻഡ് ചെയ്യാത്തത്, റൂമിൽ വന്നപ്പോൾ മിണ്ടാത്തത്, ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് എണ്ണി ഇങ്ങനെ ശ്രീതു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർജുന്റെ പ്രശ്നം സിബിനാണ്. സിബിൻ എന്നുള്ള ഒരൊറ്റ വ്യക്തിയാണ് അർജുന്റെ പ്രശ്നം. സിബിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതും സിബിനോട് കൂടുതൽ അടുക്കുന്നതുമാണ് അർജുന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അത് ഇന്നലെ അർജുൻ പല രീതിയിൽ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്.